ശ്രീ ജോർജ് പടിപ്പാറ, ഒരു ജനപ്രതിനിധിയാണ്. ഏതെല്ലാം തരത്തിലാണ് നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ വേറെയാണ്. നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ തരത്തിൽ തന്നെ ഫോക്കസ് ചെയ്യും. പക്ഷെ രണ്ടാമത്തെ വിഷയം, ഇത് രാഹുൽ കോൺഗ്രസിന് ഇത്രയേറെ നേതാക്കന്മാർ പറഞ്ഞിട്ടും കടുത്ത നിലപാടുകൾ എടുക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടും അങ്ങനെയുള്ള ഒരു ശരീരഭാഷയോ വാക്കുകളോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാത്തതിന്റെ പിറകിൽ എന്താണ് എന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ അല്പം മുമ്പ് ന്യൂസ് 8 പ്രതികരിച്ചിരിക്കുന്നത്. ഇതിലും വലിയ വിഷയങ്ങളിൽ രാഹുലിനെ സംരക്ഷിച്ചവരുണ്ട്. അതെന്തുകൊണ്ട് സംരക്ഷിച്ചു? അവരുടെ തലയ്ക്ക് മുകളിൽ വീശാൻ കഴിയുന്ന വലിയ വാൾ രാഹുലിന്റെ കയ്യിലുള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ അവർക്ക് പുറത്താക്കാൻ കഴിയുകയില്ല എന്നുള്ളതുണ്ട്. ഒന്നും രണ്ടും വിവാദ വിഷയങ്ങളല്ല. അപ്പോൾ അത്രയും വിവാദ വിഷയങ്ങളിലെല്ലാം രാഹുലിനെ സംരക്ഷിച്ചവരുണ്ടെങ്കിൽ പിടിച്ചതിനേക്കാൾ വലുത് അളയിലുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പത്മജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പാർട്ടി വിട്ട് ഇറങ്ങിയ ഒരാളാണ്. പക്ഷേ കെ കരുണാകരൻ്റെ മകൾ പറയുമ്പോൾ അത് കണ്ണടച്ച് തള്ളാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. അതാണോ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് രാജി വേണം എന്ന് നിവൃത്തികേട് കൊണ്ട് പറയിപ്പിക്കുന്നത്? പാർട്ടിക്ക് ശരിക്ക് അങ്ങനെ ഒരു കടുത്ത നിലപാടെടുക്കാൻ കഴിയുമോ? അങ്ങനെ എടുത്താൽ ഏത് തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്ന് തോന്നുന്നു ശ്രീ ജോർജ് പടിപ്പാറ? അപർണ, ഈ രാഹുൽ വിഷയം ഒരു വളരെ എളുപ്പം സോൾവ് ചെയ്യാവുന്ന ഒരു വിഷയമല്ല. അതിന് ഒരുപാട് സങ്കീർണതകളുണ്ട്. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് കുറെ അതിന്റെ ജനാധിപത്യ സ്വഭാവം വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ വളരെ അതായത് ഒരു രാഷ്ട്രീയ പദവി അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു വലിയ പദവി മാത്രമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടി ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെയും രണ്ടായി കാണേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ് പറഞ്ഞ ഒരു പോയിന്റ് പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വേട്ടക്കാരന് മാത്രമല്ല, ഇരയ്ക്കും ചില അവകാശങ്ങളുണ്ട്. സ്വയം ന്യായീകരിക്കാനും അല്ലെങ്കിൽ താൻ വേട്ടയാടപ്പെടുകയാണെന്നും തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം പറയുന്നതെല്ലാം അവിശ്വസിക്കുക എന്നതാ ആയിരിക്കരുത് നമ്മുടെ ഒരു നയം. അതൊരു ചാനൽ ധർമ്മമല്ല. നമ്മൾ രാഷ്ട്രീയ ധർമ്മത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും നൈതികതയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതേപോലെ തന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല, വാർത്താ മാധ്യമങ്ങൾക്കും, ഞാനും ഒരു 3 പതിറ്റാണ്ടിലധികം വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ധാർമ്മികതയും നൈതികതയും വാർത്താ മാധ്യമങ്ങൾക്കും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇരയ്ക്കും സ്വന്തമായിട്ട് ഞാൻ വേട്ടയാടപ്പെടുകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന്റെ കൈവശം തെളിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ല, ഞാൻ പറയാൻ വരും പറയാം. ഇവിടെ ഞാൻ തുടക്കം മുതലേ തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ചാനൽ ചർച്ചകളിൽ അതിന് ഓർക്കേണ്ടതുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുന്യായങ്ങൾ പറയാൻ നിൽക്കാതെ, മറ്റു പാർട്ടികൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ നിൽക്കാതെ, അദ്ദേഹം രാജിവെച്ച് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാതെ അദ്ദേഹമാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടും മുൻകൈ എടുക്കേണ്ടത്. പാർട്ടി ആവശ്യപ്പെടുന്നതിന് മുമ്പേ തന്നെ ഒരു ഉന്നതമായൊരു ഒരു സദാചാര ബോധം അല്ലെങ്കിൽ ഒരു നൈതികത പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രതിസന്ധിയിൽ രാജിവെക്കുകയാണ് ഏറ്റവും അനുയോജ്യമായ ഉത്തമമായ മാർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് നിങ്ങൾ ആരും ഇടപെടുന്നതിന് മുമ്പ് ഞാൻ ഏഷ്യാനെറ്റിലും പറഞ്ഞതാണ്, ഇന്നലെ ന്യൂസ് 8 പറഞ്ഞതാണ് ഞാൻ. അതിനു മുമ്പും കൈരളി ചാനലിന്റെ ചർച്ചയിൽ പോലും ഞാൻ ഇത്രയും പറഞ്ഞിരുന്നില്ല, അന്ന് ഇത്രയും കാര്യങ്ങൾ പുറത്തു പോകുന്നിരുന്നില്ല, അത്രയും പച്ചയ്ക്ക് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ അത് ഇത്തരം ആരോപണങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം രാജിവെച്ച് മാതൃക കാണിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം. പക്ഷെ അതോടൊപ്പം ഞാൻ നിജേഷ് അരവിന്ദ് പറഞ്ഞൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇരയ്ക്കും ചില അവകാശങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു എന്നുള്ള ഇപ്പൊ അവന്തികയുടെ ആരോപണത്തിനെതിരെ അദ്ദേഹം പറഞ്ഞത് ക്ഷമിക്കണം, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നില്ല. ഇരാ വേട്ടക്കാരൻ എന്നൊരു വാക്കിന് വലിയൊരു വിഷയമുണ്ട്, അതൊന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിജേഷ് പറയുന്നത് പോലെ അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ ഈ പറയാനുള്ള അവകാശം കൊടുക്കണമെന്ന് എന്താണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പറയാത്തത്? രാഹുൽ രാജിവെക്കണം എന്നാണ് ഇന്ന് പ്രധാനപ്പെട്ട അങ്ങ് തൊട്ട് ഇങ്ങ് വരെയുള്ള ആൾക്കാർ പറയുന്നത്. നിജേഷ് ചർച്ചയിൽ ഇത് പറയുന്നു, താങ്കളടക്കം അത് പറയുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും വനിതാ നേതാക്കന്മാർക്കും ഒന്നും രാഹുലിന് വിശദീകരിക്കാൻ ഒരു സ്പേസ് വേണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? CPM-ലോ BJP-യിലോ ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ? പാർട്ടിയുടെ നേതാക്കന്മാരൊന്ന് പറഞ്ഞിട്ട് മറ്റൊരു തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയുമോ? അതാണ് ഇത്ര ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ആലോചിക്കേണ്ട ഒരു വിഷയം പറഞ്ഞ പ്രസക്തമായ ഒരു പോയിന്റാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് പുറത്തു വന്നിരുന്ന വാർത്തകളിൽ രാഹുലിനെ കൂടി കേൾക്കും എന്ന് ICC പറയുന്ന വാർത്തയും താങ്കളുടെ ചാനലിൽ സ്ക്രോൾ ചെയ്തു പോകുന്നത് കണ്ടു.
രാഹുലിന് പറയാനുള്ളത് കേൾക്കും, രാഷ്ട്രീയകാര്യ സമിതി യോഗം ചെയ്യും, എല്ലാ വശങ്ങളും ചർച്ച ചെയ്യും, തിരക്കിട്ടൊരു തീരുമാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം, ഒരാരോപണമല്ല, ഒന്നിലേറെ ആരോപണങ്ങൾ, അതിൽ പലതും നിഷേധിക്കപ്പെടാൻ അനിഷേധ്യമായ രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു മാധ്യമ പ്രവർത്തക ഗർഭിണിയാക്കി ആ ഗർഭചിത്രം നടത്താൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്ന അത് തന്റെ ശതമല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ള നിലയ്ക്ക് അതിലൊരു നിഷേധം ഇതുവരെ വന്നിട്ടില്ല. ആകെപ്പാടുള്ളത് ട്രാൻസ്ജെൻഡറിനോട് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. അവിടെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ് ഈ ട്രാൻസ്ജെൻഡർ ഒരു ഇതിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത്, രാഹുൽ വിളിച്ച് പറഞ്ഞത്, അതിന്റെ രേഖകൾ അല്ലെങ്കിൽ അതിന്റെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം രാഹുലിന് എന്തിനാണ് അയച്ചു കൊടുത്തത്? ഇത്തരം ചില ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് മറ്റേ വിഷയമാണ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അപർണ പറഞ്ഞ പോലെ തന്നെ പാർട്ടിയുടെ പ്രധാന നേതാക്കള് വി ഡി സതീശനാവട്ടെ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ആവട്ടെ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ആകട്ടെ, KC വേണുഗോപാലാകട്ടെ, പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും, അതുപോലെ തന്നെ നമ്മുടെ ഉമാ തോമസ് അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഒരേ സ്ഥലത്തിൽ പറയുന്നത് രാഹുൽ രാജിവെക്കണം എന്ന് തന്നെയാണ്. ഞാനും അത് അവരെക്കാൾ മുമ്പ് പറഞ്ഞ ഒരാളാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. രാഹുൽ രാജിവെക്കാൻ തയ്യാറാകുന്നതിന്റെ കാരണം ഇനിയും രാഹുലിന് എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കാനുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ കൈവശം കുറച്ചുകൂടി സമയത്ത് ചില കാര്യങ്ങൾ ഇനി അടിസ്ഥാനരഹിതമാണ്, ഇതേതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇത് തനിക്കെതിരെ നടക്കുന്ന ഒരു പ്ലോട്ടിന്റെ ഭാഗമാണ് എന്നൊക്കെ അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിയുമോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, അദ്ദേഹത്തിന് അനന്തകാലം ഇതൊന്നും കൊടുക്കില്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകളും എനിക്കൊക്കെ കിട്ടുന്ന സൂചനകളും. അതുകൊണ്ട് അനന്തകാലം ഇത് നീണ്ടുപോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇനിയും കൂടുതൽ ആരോപണങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പാർട്ടി നേതൃത്വം ഭയപ്പെടുന്നുമുണ്ട്. കാരണം അവർക്ക് ചില സൂചനകൾ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ രാഹുലിനെ മറയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒന്നിനെ എരുമയെ തല്ലുകാന്ന് ശൈലിയുണ്ട് തനി നാടൻ ഭാഷ എന്ന് പറഞ്ഞ പോലെ CPM അതുപോലെ തന്നെ ഇപ്പോ ഭരണത്തിലിരിക്കുന്ന കക്ഷികളും രാഹുലിനേക്കാൾ ടാർഗറ്റ് ചെയ്യുന്നത് രാഹുലിന്റെ മെന്ററായിട്ടുള്ള ഷാഫി പറമ്പിലിനെയും രാഹുലിന്റെ ഗോഡ്ഫാദർ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന VD സതീശനെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF-ന് വേണ്ടി ഏറ്റവും വലിയ ക്യാമ്പയിനേഴ്സായി മാറേണ്ട ഈ രണ്ടുപേരെയും ഈ വിഷയത്തിൽ പ്രതികൂട്ടിലാക്കിയാൽ ഒരു വഴിക്ക് 2 പക്ഷിയല്ല 3 പക്ഷിയാണ് ഇടതുപക്ഷം രക്ഷപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര നേരത്തെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നു അത്രത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, വൈതരണിയിലേക്ക്, ആരോപണങ്ങളിലേക്ക്, തേജോബന്ധങ്ങളിലേക്കൊക്കെ ഇത് പോകാതെ രാഹുൽ എത്ര നേരത്തെ രാജിവെക്കുന്നു അത്രത്തോളം ഇടതുപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ മൂർച്ച കുറയും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പോഴും ഞാൻ തിരികെ